കുടുംബം എന്ന സംരംഭം, ബക്കറിന്റെ ഭാഷയിൽ കുടുംബം ഒരു ലോങ് ടേം സംരംഭത്തിന്റെ ആരംഭമാണ്. അങ്ങനെ തുടങ്ങുന്ന കുടുംബത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ലക്ഷ്യം കുഞ്ഞുങ്ങളെ, അതായത് കുഞ്ഞുങ്ങളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ. ഈ സംരംഭത്തിലെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം? ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തണം. ആ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തേണ്ടത് കൊണ്ടാണ് ഈ സംരംഭം, ഈ വിവാഹം എന്ന സംരംഭം ഒരു ലോങ് ടേം കോൺട്രാക്ട് ആയിരിക്കേണ്ടത്. അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് പണങ്ങി പിരിയാം, പക്ഷെ അങ്ങനെ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ഈ കോൺട്രാക്ട് ലോങ് ടേം കോൺട്രാക്ട് ആയിരിക്കണം. അപ്പൊ ബക്കർ എന്താണ് അവിടെ പറയുന്നത്? അതായത് സ്ത്രീ പുരുഷ ബന്ധത്തോടു കൂടി അണ്ഡവും സ്പേമും ചേർന്നിട്ട് അവിടെ ഒരു ഭ്രൂണം രൂപപ്പെടുന്നു. ആ ഭ്രൂണം രൂപപ്പെടുന്ന നാള് മുതൽ ആ ഭ്രൂണം ഒരു 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 പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നത് വരെ പിന്നെയുള്ള ഉത്തരവാദിത്വമൊക്കെ അമ്മയ്ക്കാണ്. അതായത് ആ ഭ്രൂണത്തെ ഉദരത്തിൽ പേറുന്നു എന്ന് മാത്രമല്ല, ആ സ്ത്രീയിൽ ഒരുപാട് മാറ്റങ്ങൾ, മാനസികമായും ശാരീരികമായും ഉള്ള മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങളൊക്കെ അവൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ആ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവൾ അതെല്ലാം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്നു. അപ്പൊ ഓർക്കണം, ഈ ബീജാവാദാനം ചെയ്ത പുരുഷൻ, ഭർത്താവ്, ആ ഭർത്താവിനുമുണ്ട് ഒരുപാട് ഡ്യൂട്ടികൾ. ഒരു പക്ഷെ അവൾക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ ഉള്ളത് കൊണ്ട് നല്ല ജോലിയുണ്ട്, പക്ഷെ ആ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരുന്നു എന്ന് വരാം. എന്തു തന്നെയാണെങ്കിലും അവളുടെ ആ ഭ്രൂണത്തിന്റെയും ആ അമ്മയുടെയും ആരോഗ്യ പരിപാലനവും മാനസികമായും മറ്റും കൊടുക്കേണ്ട സന്തോഷം, അതായത് മാനസിക ഉല്ലാസം, അതായത് എല്ലാവരും ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹം, പ്രത്യേകിച്ച് ഭർത്താവ്, കുഞ്ഞിന്റെ അച്ഛൻ അമ്മയെ ചേർത്ത് പിടിക്കുന്നു എന്ന് വെച്ചാൽ കുഞ്ഞിനെ തന്നെയാണ് ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ ബക്കറിന്റെ ആ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുക, ഈ സെക്സ് എന്ന് പറയുന്നത്, അതായത് സ്ത്രീ പുരുഷ സംഗമം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ സംഗമമായി തീരുന്നത് വിവാഹത്തിന് ശേഷം നടത്തുമ്പോഴാണ്. അത് വിശുദ്ധ സംഗമമായി തീരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വളരെ വിശുദ്ധമായ ഒരു ലക്ഷ്യമുണ്ട്, ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താണ്? ഒരു മനുഷ്യ ജീവന് സൃഷ്ടിക്കുക. ആ മനുഷ്യ ജീവന് അതിന്റെ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. അവിടെയാണ് ആ സെക്സ് ഏറ്റവും കൂടുതൽ വിശുദ്ധമായി തീരുന്നത്. അങ്ങനെ ആ സെക്സ് വിശുദ്ധമായി തന്നെ സെക്സുമായി മുൻപോട്ട് പോകുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ തന്നെ, അതായത് അപ്പം ബക്കർ പിന്നെ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. ബക്കർ പറയുന്നത് ആ മാരിറ്റൽ ലൈഫിൽ, അതായത് ഈ കുട്ടി ജനിക്കുന്നു, അത് കഴിഞ്ഞ് അമ്മ പിന്നെ വിപണിയിൽ, അതായത് ജോലിക്ക് പോകാൻ തുടങ്ങും, അച്ഛനും ജോലിക്ക് പോകുന്നു. അങ്ങനെ അവരുടെ ആ പണം എങ്ങനെ വിനിയോഗിക്കണം, അത് ആ കുട്ടിയുടെ ഓപ്റ്റിമം ഡെവലപ്മെന്റിന് വേണ്ടി ആണ് കുട്ടിയെ പ്രസവിച്ചതെന്ന്. ഇനിയും കുട്ടികൾ ഉണ്ടാകാതിരിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല വിദ്യാഭ്യാസം, അതായത് ആദ്യം ഭ്രൂണത്തിൽ മുതലേ ഏറ്റവും ശ്രേഷ്ഠമായ പോഷകാഹാരം, അത് കഴിഞ്ഞാലോ പോഷകാഹാരത്തോടൊപ്പം ജനിച്ചു കഴിഞ്ഞാല് എല്ലാ തരത്തിലുള്ള കെയറും കൊടുക്കുക, ആ കുട്ടിയെ ലക്ഷ്യബോധം സൃഷ്ടിക്കുക, വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ലക്ഷ്യബോധം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാല് നോളജിലേക്ക്, നമുക്കറിയാം, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നെഴുതിയ കവി കുമാരനാശാൻ നമ്മുടെ മുൻപിലുണ്ട്. നിങ്ങള് ഇതാണ് ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കുക. അതിനകത്ത് ആ വിദ്യാധനത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ ബൈബിൾ നോക്കുക, അവിടെ ജ്ഞാനം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെയുണ്ട് ബൈബിളിൽ. അത് മുഴുവനും പറയുന്നത് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ധനം ഒന്നേ ഉള്ളൂ, അതാണ് ജ്ഞാനം എന്നാണ് പറയുന്നത്, വിദ്യ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ കാലങ്ങളും എല്ലാ കാലഘട്ടങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായി ഘോഷിക്കുന്ന ഒന്നാണ് ജ്ഞാനം. അപ്പൊ അതിലേക്ക് ഉള്ള ഒരു കാലുവയ്പ് ഈ കുഞ്ഞുകാലത്ത് തന്നെ, കുട്ടിക്കാലത്ത് തന്നെ കൊടുക്കുക. അങ്ങനെയാണ് അവനെ ലക്ഷ്യബോധത്തിലേക്ക് കൈ പിടിച്ച് നടത്തേണ്ടത്. അതല്ലാതെ സ്മാർട്ട് ഫോണും കൊടുത്ത് കുഞ്ഞിന്റെ സമയം സ്മാർട്ട് ഫോണിൽ കളഞ്ഞോട്ടെ എന്ന് പേരൻസ് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? പേരൻസിന് മറ്റു ജോലികൾ കാണും. ചിലപ്പോൾ അവര് സ്മാർട്ട് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, അതുമല്ലെങ്കിൽ മറ്റു ജോലികൾ കാണും. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർക്കുക, അമേരിക്കയിലൊക്കെ
10ാം ക്ലാസ് കഴിയുന്നത് വരെ പിന്നെ മൊബൈൽ ഫോൺ കൈ വെച്ചോണ്ട് ക്ലാസ്സിൽ ഇരിക്കാനോ ക്ലാസ്സിൽ പോകാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ ഇതാ 16 വയസ്സ് വരെ ഈ പിന്നെ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയിൽ ഒരു നിയമം വന്ന് അതിനെതിരെ ബഹളം നടക്കുകയാണ്. നമുക്കറിയാം നേപ്പാളില് ജൻസി ബഹളമൊക്കെ ഉണ്ടായതും ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിനെതിരെ വന്ന നിയമങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ നിയമങ്ങൾ സർക്കാരിനെ എതിർക്കുമ്പോൾ നിയമം കൊണ്ടുവരികയല്ല വേണ്ടത്. കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് ഒരു കുട്ടി വളർന്നെത്തുന്നതിന് വേണ്ടി ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ഹരിശ്രീ കുറിക്കുന്നത് പോലെ തന്നെ അതായത് അത് തന്നെ കുഞ്ഞിലെ ഈ ഹരിശ്രീ കുറിക്കുന്നതിന്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഈ വിജ്ഞാനത്തിന്റെ പാതയിലൂടെ വളർന്ന് വിജ്ഞാനം അഥവാ വിദ്യ എന്ന ധനം ആർക്കും മോഷ്ടിക്കാൻ പറ്റാത്ത ആ ധനത്തിലൂടെ വളരണം, അതിനാണ്. അപ്പൊ ഒരു ദിശ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞിനെ. ഏത് ദിശയിൽ പോയാലാണ് നിന്റെ പേഴ്സണാലിറ്റി ഓപ്റ്റിമം ആവുക, നിന്റെ ദിശ ശരിയായ ദിശയാവുക. അങ്ങനെ ദിശ കാണിച്ചു കൊടുത്ത് കുട്ടികളെ വിടണം. അങ്ങനെ വിടണം എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? മാതാവിനും പിതാവിനും അവിടെ റോളുണ്ട്. അങ്ങനെ മാതാവിനും പിതാവിനും റോളുണ്ട്. ആ റോള് കൃത്യമായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ചില സമയങ്ങളിലൊക്കെ സ്ത്രീകള് അപ്പൊ ഈ ബക്കർ ഈ അങ്ങനെ റോൾ വഹിക്കുമ്പോൾ മാത്രമല്ല, ബക്കർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീയിലെ ഗർഭപാത്രം നിക്ഷേപിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ നമ്മുടെ മനുസ്മൃതിയിലും പറയുന്നുണ്ട് സ്ത്രീ എങ്ങനെയുള്ളവളാണ്, എന്താ പറയുക, അങ്ങേയറ്റം ക്ഷമയുള്ളവൾ, അതായത് സർവം സഹയായ ഭൂമിയെ പോലെ ക്ഷമിക്കുന്നവൾ, എൻഡ്യൂറൻസ് ഉള്ളവൾ എന്നാണ് ബക്കർ പറയുന്നത്. എൻഡ്യൂറൻസ്, സ്ത്രീയുടെ എൻഡ്യൂറൻസ്. അപ്പൊ അത്രയധികം ക്ഷമാശീലം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിനെ, അതായത് അവനവന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും പ്രസവത്തോടെ, അപ്പൊ ഗർഭിണിയാകുന്നതോടെ. അതെല്ലാം വഹിച്ചാണ് ആ അമ്മ കുഞ്ഞിനെ താങ്ങുന്നത്. അപ്പൊ അങ്ങനെ താങ്ങാനുള്ള ക്ഷമ സ്ത്രീക്കുണ്ട്, പുരുഷന് അത്ര കണ്ടില്ല എന്ന് തന്നെയാണ് ബക്കറിന്റെ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് തോന്നുക. അങ്ങനെ ക്ഷമ, അപ്പൊ ആ ക്ഷമയിൽ നിന്ന് മുതലെടുക്കാമോ? അത് മുതലെടുക്കുകയല്ല വേണ്ടത്. അപ്പൊ എന്താണ് വേണ്ടത്? ഒരു ഡിവിഷൻ ഓഫ് ലേബർ വേണം. അങ്ങനെ ബക്കർ പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഒരു കുടുംബത്തിനകത്ത് വേണം. അതില്ലാതെ വരുമ്പോഴാണ് സ്ത്രീകള് പലപ്പോഴും വിവാഹത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ താല്പര്യം കാണിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ആ ഡിവിഷൻ ഓഫ് ലേബർ? എങ്ങനെ വേണമായിരിക്കും? ഒരു കുടുംബമായാൽ തീർച്ചയായിട്ടും, അതായത് പാചകം, കുഞ്ഞിനെ പാലുകൂട്ടിലെ പരിപാലനം, അത് അച്ഛന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛന് ഗർഭപാത്രമില്ല, അച്ഛന് പാല് കൊടുക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ അതൊക്കെ അമ്മ തന്നെ ചെയ്യണം. അത് പ്രകൃതി തന്നെ അമ്മയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഗുണങ്ങളാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞിന്റെ പരിപാലനം, കുഞ്ഞിന്റെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ നോക്കുമ്പോൾ തന്നെ പാചകവും അതുപോലെ അനുബന്ധ കാര്യങ്ങളും കുഞ്ഞിനെ നോക്കാൻ വീട്ടിലിരുന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പാചകം പോലെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ പുരുഷന്മാരൊന്നും ചെയ്യാതെ അല്ല. വീടിന് വെളിയിൽ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഒരു കുടുംബത്തെ സംബന്ധിച്ച്. ആ കാര്യങ്ങളൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്ന പുരുഷൻ തന്നെ, സ്ത്രീയും പുറത്ത് ജോലിക്ക് പോകുന്നുണ്ടാകാം. പക്ഷെ അപ്പോഴും അവളെ അത്തരം കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാതെ, ഇപ്പൊ ഒരുപാടും ഡിജിറ്റലായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് നികുതി അടക്കണമെങ്കിൽ ഡിജിറ്റലായിട്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ബാങ്കിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ, ബാങ്കിൽ പണം എടുക്കണമെങ്കിൽ ഒക്കെ ഡിജിറ്റലായിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ പരിപാലനം ചെയ്യുന്നത് പോലെ തന്നെ ഇത്തിരി കുഞ്ഞായിട്ട് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകാനുള്ള പരുവാകുമ്പോഴത്തേക്കും ആ ഡിവിഷൻ ഓഫ് ലേബറിൽ അച്ഛന്റെ റോൾ വർദ്ധിക്കുന്നു. പറഞ്ഞു കൊടുക്കേണ്ട പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവനെ കുളിപ്പിക്കുക തൊട്ടുള്ള മറ്റു കാര്യങ്ങൾ, അവന്റെ ദിനചര്യയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുകയും അവനെ കൂടെ നിർത്തി അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ പിന്നെ ഡിവിഷൻ ഓഫ് ലേബറിൽ വരാവുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹോം ഡെലിവറി കിട്ടും, വെജിറ്റബിൾസോ മറ്റെന്ത് സാധനവും. പക്ഷെ എപ്പോഴും ഇപ്പൊ അമേരിക്കൻ സിസ്റ്റത്തിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഓർക്കുക, റെഡി ടു കുക്ക് ആൻഡ് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ആഹാരം കൊടുക്കാനല്ല പീഡിയാട്രീഷ്യൻസും അതുപോലെ തന്നെ ഡയറ്റീഷ്യൻസും പറയുന്നത്. നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്ത് തന്നെ നിങ്ങളുടെ, അതായത് അപ്പോ ഈ എണ്ണയും മറ്റതുപോലെയുള്ള അനാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അധികം കയറി ചെല്ലില്ല. പിന്നെ ടൂ മച്ച് കുക്ക് ചെയ്ത ഫുഡ് ആവില്ല. അങ്ങനെ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് സഹായകമായ രീതിയിലുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ പാചകം ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ വെജിറ്റബിൾസും ഒക്കെ നമ്മൾ പുറത്തുപോയി മേടിക്കേണ്ടി വരും.
അങ്ങനെ മേടിക്കേണ്ട സാധനങ്ങൾ റെഡി വീട്ടിൽ ഒരു പക്ഷെ ഓർഡർ ചെയ്താൽ കിട്ടുമായിരിക്കും. പക്ഷെ അത് അങ്ങനെയുള്ളതിനൊക്കെ, അതായത് ഈ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഹസ്ബൻഡിന് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ, പുരുഷന് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ സ്ത്രീയുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിൽ നിന്ന് പുറത്തുപോയി വാങ്ങുന്ന കേരളത്തിലൊക്കെയുള്ള സ്ത്രീകൾ ഒരുപാട് പേര്. അപ്പൊ അങ്ങനെയല്ല, നല്ല ഭർത്താക്കന്മാരാണെങ്കിൽ അത്തരം എല്ലാ കാര്യങ്ങളും ഭർത്താവ് തന്നെ ചെയ്യും. അവിടെ അറിയാതെ തന്നെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ വികസിച്ചു വരും. അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇപ്പൊ എന്നെ പോലെ ഈ ധൈര്യമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് എക്സ്ട്രാ റീഡിംഗ് ഒക്കെ നടത്തി കാര്യങ്ങൾ സംഭരിക്കാനൊക്കെ അത്തരം സ്ത്രീകൾക്ക് പറ്റും. അപ്പൊ അത്തരം സ്ത്രീകൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട സംഭാവന സമൂഹത്തിന് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് അവരുടെ കുടുംബത്തില്. വളരെ എന്താ പറയുക, വളരെ ആരോഗ്യകരമായ ഒരു ഡിവിഷൻ ഓഫ് ലേബർ. എല്ലാ കാര്യങ്ങളും ഭാര്യ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭർത്താവ്, അങ്ങനെയല്ല. അവിടെ ഒരു ഡീസന്റ് ഡിവിഷൻ ഓഫ് ലേബർ അതെല്ലാ കുടുംബത്തിലും വേണം. അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ വിവാഹ ജീവിതം ഒരു ദുരിതമല്ല എന്നുള്ള ഒരു ചിന്ത സ്ത്രീകളിൽ വരും. അപ്പൊ അമ്മ അനുഭവിക്കുന്നത് കണ്ടാണല്ലോ മക്കള് പഠിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഈ വിവാഹ ജീവിതം ഒരു ദുരിതമല്ല എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്കും അത് തോന്നുകയില്ല. അങ്ങനെ തോന്നാനുള്ള ഒരു സാഹചര്യം ഒരു കാരണവശാലും സൃഷ്ടിക്കരുത്. പിന്നെ അതുപോലെ അപ്പൊ അങ്ങനെ ഇതൊക്കെ തന്നെ ബക്കറിന്റെ ഗ്രന്ഥത്തില് വളരെ നല്ല രൂപത്തിൽ തന്നെ ഈ ലോങ് ടേം കോൺട്രാക്ട് ഒരു സക്സസ്ഫുൾ കോൺട്രാക്ട് ആക്കി എങ്ങനെ അത് അതിന്റെ കൾമിനേഷനിൽ അവസാനത്തിൽ എത്തിച്ചേരാമെന്ന് ആ ഗ്രന്ഥം അത് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വായിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലതാണ് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോൾ. ഏത് മതക്കാരാണെങ്കിലും അപ്പൊ ഈ കുടുംബജീവിതം വേണ്ട. അപ്പൊ ഇപ്പൊ ഒരു പ്രത്യേക ട്രെൻഡാണ്. ബക്കർ എഴുതുമ്പോൾ ഡൈവോഴ്സസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് ബക്കർ ഈ ആയുധവുമായിട്ട് ഈ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി എന്ന ലോങ് ടേം കോൺട്രാക്ട്, കുട്ടികളുടെ ഓപ്റ്റിമം ഡെവലപ്മെന്റ്, കുട്ടികൾ ഓപ്റ്റിമം ഡെവലപ്മെന്റിലേക്ക് പോകുന്ന നല്ലൊരു കുടുംബം ഉണ്ടാവുക എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ നല്ലൊരു അടിസ്ഥാനം. കുടുംബങ്ങൾ നല്ലതെങ്കിൽ സമൂഹം നല്ലതെങ്കിൽ ആ രാജ്യം നല്ലതെങ്കിൽ എല്ലാ രാജ്യങ്ങളും അങ്ങനെ ആകുമ്പോൾ ലോകം തന്നെ മെച്ചപ്പെടും. നമുക്ക് വെസ്റ്റ് ഏഷ്യയിലെ ക്രൈസിസ് കാണാനോ ഒന്നും ഇടവരില്ല. അവിടെയൊക്കെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. അപ്പൊ അതേ സമയത്ത് ഇങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബറോ ഒരു കുടുംബമോ ഇല്ലാതെ വന്നാലാണ് അന്നുണ്ടായിരുന്നു. അപ്പൊ ബക്കറിന്റെ ഈ റൈറ്റിങ്സിന് ഒരുപാട് പ്രസക്തിയും ഫലവും കിട്ടി. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ തെരഞ്ഞെടുത്ത് നോബൽ പ്രൈസ് കൊടുത്തത്. എന്ന് വെച്ചാൽ നോബൽ പ്രൈസിന്റെ ആ കമ്മിറ്റിയിലുള്ളവർക്കും അതിനെപ്പറ്റി അഭിപ്രായം രേഖപ്പെടുത്തിയവർക്കും ഒക്കെ അറിയാമായിരുന്നു ഇങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷമാണ് ലോകത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അനിവാര്യമെന്ന്. അതുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിന് നോബൽ പ്രൈസ് കൊടുത്തത്. ബക്കറിനെ പറ്റി പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ ഇവിടെ ഓർക്കണേ. മനുഷ്യൻ ജനിച്ചതും ജീവിക്കുന്നതും സെക്സിന് വേണ്ടിയാണ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. ഒരു കവി, ഒരു ഇംഗ്ലീഷ് കവി എഴുതിയിട്ടുണ്ട്, വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന്. അത് സെക്സിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ സെക്സിലും അത് ആപ്ലിക്കബിൾ ആണ്. ഈ ലിവിങ് ടുഗദറുകാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർ ആ വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫിലാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സെക്സിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് അതിനൊരു ഉത്തമ ലക്ഷ്യമുള്ളപ്പോഴാണ്. അതാണ് ഞാൻ നേരത്തെ സൂക്ഷിച്ചത്. സെക്സിന്റെ പരിശുദ്ധമായ സെക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ പിറവിയെ ലാക്കാക്കിയുള്ള സെക്സ് ആണ്. അങ്ങനെ പിറവിയെ ലാക്കാക്കിയുള്ള സെക്സ് ആണ് ബക്കർ സൂചിപ്പിക്കുന്ന സെക്സ്. അത്തരം ഒരു സെക്സ് അല്ല ഈ ലിവിങ് ടുഗദറുകാര് ഉദ്ദേശിക്കുന്നത്. ലിവിങ് ടുഗദറുകാർ ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള സെക്സ് ആണ്? ഉത്തരവാദിത്ത ബോധമില്ലാത്ത അഴിഞ്ഞാട്ടത്തിന്റെ സെസ്. അങ്ങനെ ഈ അഴിഞ്ഞാട്ടത്തിന്റെ സെസ്സിന് പോകുന്നവരാണ് ലിവിങ് ടുഗദർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവര്. അതായത് അവർക്കൊരു കുഞ്ഞ് വേണ്ട. ഇനി കുഞ്ഞ് വേണ്ട എന്ന് വെച്ചു, പക്ഷെ യാദൃച്ഛികമായിട്ട് ഒരു കുഞ്ഞ് പിറന്നു എന്ന് വെക്കട്ടെ, ഓക്കെ, അത് ആംനിയോസിന്തസിസ് ടെസ്റ്റ് നടത്തി ഭ്രൂണം അത് ടെസ്റ്റ് നടത്തേണ്ട, ഒരു ഭ്രൂണം പിറന്നു എന്നറിയുമ്പോൾ സ്ത്രീക്കറിയാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അത് പിന്നെ അബോർട്ട് ചെയ്ത് കളയാനുള്ള MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അങ്ങനെ MTP ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തായാലും അവിടെ സെക്സ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ പരിശുദ്ധമായ സെക്സ് അല്ല, വികലമായ സെക്സ് ആണ്. അപ്പൊ അതുപോലെ വികലമായ സെക്സുമായി മുൻപോട്ട് പോകുന്നവര്, യാദൃശ്ചികമായിട്ടൊരു കുഞ്ഞുണ്ടായി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ലിവിങ് ടുഗദറിലാണല്ലോ തുടങ്ങിയത്, അവർക്ക് കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞായി, രണ്ട് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴാണ് സ്വരച്ചേർച്ചയില്ലായ്മ വരിക. സ്വരച്ചേർച്ചയില്ലായ്മ വരുമ്പോൾ വിട്ടുപോകുന്നു എന്നിരിക്കട്ടെ,
ഹൂ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദിസ് ചിൽഡ്രൻ? അമ്മ മാത്രം. അപ്പൊ സിംഗിൾ മദർ ഓർ സിംഗിൾ പേരന്റ് ചൈൽഡ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് എല്ലാ സമൂഹങ്ങളും ഇപ്പോൾ സിംഗിൾ പേരന്റ് ചിൽഡ്രന് ഒരുപാട് ആനുകൂല്യങ്ങൾ അത്ര അമ്മമാർക്കും അല്ലെങ്കിൽ അത്ര അച്ഛന്മാർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കൊടുത്താലും അച്ഛനും അമ്മയും ചേർന്ന് കുട്ടികളെ വളർത്തുന്ന ആ ഓപ്റ്റിമത്തിലേക്ക് ഒരമ്മ മാത്രം വളർത്തിയാല്, ഒരച്ഛൻ മാത്രം വളർത്തിയാല് കുട്ടികൾക്ക് വളർന്നെത്താൻ പറ്റുകയില്ല. അപ്പൊ ഈ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ പലപ്പോഴും ലിവിങ് ടുഗദറുകാർക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മടുത്തു കഴിയുമ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ അച്ഛന്റെ വഴിക്ക്, അമ്മ അമ്മയുടെ വഴിക്ക്. കുട്ടികളുടെ വഴി ഏതാണിപ്പോൾ? കുട്ടികൾ വഴിയില്ലാത്തവരായി, അനാഥ ബാല്യങ്ങളായി, അനാഥ യൗവനങ്ങളായി മുൻപോട്ട് പോകുന്നു. അത്തരം ഒരു സമൂഹത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആര് പറഞ്ഞാലും അവരെ നാം തീർച്ചയായും അംഗീകരിക്കരുത് എന്നാണ് ഒരമ്മയും ഒരു വല്യമ്മയുമായ എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം? അത് എൻ്റെ അഭിപ്രായമല്ല. ഞാൻ വായിച്ചിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഭഗവത്ഗീതയിൽ നിന്ന്, ബൈബിളിൽ നിന്ന്, അങ്ങനെ അതായത് അതുപോലെ തന്നെ ഖുറാനിൽ നിന്ന് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ എന്താ പറയുക പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങളെ വലിച്ചു ചീന്തി കളയാനുള്ളതല്ല, ആ പൂമൊട്ടുകളെ വിരിഞ്ഞ് അതിന്റെ ഓപ്റ്റിമം വ്യക്തിത്വത്തിലേക്ക് വിരിഞ്ഞ് വികസിക്കേണ്ടവരാണ്. അവരാണ് അടുത്ത ലോകം എന്ന് പറയുന്നത്, അടുത്ത തലമുറ എന്ന് പറയുന്നത്. അപ്പം അതിന് അവരെ ആ ഓപ്റ്റിമത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവരുടെ അച്ഛനും അമ്മയും പ്രകൃതിദത്തമായിട്ട് മരിച്ചു പോകുന്നു അവരിൽ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ ദൈവം തന്നെ കണ്ടുകൊള്ളുവാനുള്ള മാർഗം. പക്ഷെ അല്ലാത്ത പക്ഷം അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ടാകണം. അതുകൊണ്ട് ലിവിങ് ടുഗദർ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ നിരാകരിക്കണം. അത് നല്ലതല്ല എന്ന് തന്നെ നമ്മൾ പറയണം. അതായത് നമ്മളത് തീർച്ചയായിട്ടും വലിയ ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരായിട്ട് വിരൽ ചൂണ്ടണം. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സർക്കാരുകളുടെ ആ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു പോകുന്നത്. രാത്രി ലൈഫ്, നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് എന്താ ഉള്ളത്? നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് മാനവീയം വീഥി. ആ മാനവീയം വീഥിയിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. രാത്രി 12 മണിക്ക് അവിടെ പോലീസ് കാവലൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നടക്കാവുന്ന അവിഹിതങ്ങളോ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത മകനുമൊത്ത് മാനവീയം വീഥിയിൽ ഒരു ദിവസം, മകനും മകന്റെ കുടുംബവും ഉണ്ടായിരുന്നു. പിന്നെ 12 മണിയായപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞ് പൊതുജനത്തോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ചെന്നത്. അപ്പൊ പോലീസും ഒക്കെ ഉണ്ട്. അവിടെ ഒഴിഞ്ഞു, 12 മണി വരെ പാടുള്ളൂ, ഒഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ പോലും സ്ത്രീയും പുരുഷനും കൂടി പിന്നെ വളരെ ചേർന്ന് ഇരിക്കുന്നു. അപ്പൊ പല സ്ത്രീകളും പല പുരുഷന്മാരും അങ്ങനെ ചേർന്നിരിക്കുന്നത് കണ്ടു. അല്ലാതെ വേറെ അവിഹിതങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ ഈ ചേർന്നിരിപ്പ് തന്നെ ഈ പറയപ്പെട്ടതുപോലെ കുറച്ച് നാൾ അവർ ചേർന്നിരിക്കും. അവരിവിടെ ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ ബാംഗ്ലൂരുകാരായിരിക്കും, ചിലപ്പോൾ മറ്റ് മഹാരാഷ്ട്രക്കാരായിരിക്കും, ചിലപ്പോൾ ഡൽഹിക്കാരായിരിക്കും. അവര് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും ഒക്കെ ജോലിക്ക് വന്നു. അപ്പൊ എനിക്ക് ഒറ്റ സംശയമുള്ളൂ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നൈറ്റ് ലൈഫിന് വേണ്ടി സർക്കാർ എന്തിനാ ഇങ്ങനെ ഒരു പ്രത്യേക മാനവീയം വീഥി പോലെ ഒരു വീഥി കണ്ടെത്തിയിരിക്കുന്നത്? അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അവിടെ സംഗീതമുണ്ട്, അവിടെ എന്താ പറയുക ഗെറ്റ് ടുഗദർ മീൻസ് ഗ്രൂപ്പായിട്ട് കൂടുന്നു, പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു വീഥിയുള്ളത് നല്ലതാണ്. പക്ഷേ ഈ നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ഒരു വീഥി എന്ന പേര് തന്നെ കൊള്ളരുതാത്ത പേരാണെന്ന് ആണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ കാലഘട്ടങ്ങളിലും നൈറ്റ് ലൈഫ് മനുഷ്യന് വേണ്ടത് കുടുംബത്തിനകത്ത്, വീടിനകത്താണ്. അവിടെ ഉണ്ടല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ സുഹൃത്തുക്കൾ വീട്ടിൽ ചേർന്ന് സൗഹൃദം പങ്കുവെക്കാവുന്നതാണ്. അപ്പൊ നൈറ്റ് ലൈഫ് എന്തുകൊണ്ട് അവനവന്റെ വീട്ടിൽ നടത്തേണ്ട നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഓഫീസിൽ പോകും, ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് അല്ലേ? ടെക്നോ പാർക്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ നൈറ്റ് ലൈഫിൽ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ടതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുകയാണോ നല്ല അവർക്കാർക്കും അവരുടെ ഓഫീസ് ലൈഫിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിരിക്കാൻ ഒക്കില്ല. അപ്പൊ നൈറ്റില് ജോലിയിൽ പോകേണ്ടവർക്ക് ജോലി സ്ഥലത്ത് ജോലി തന്നെ ചെയ്യണം. പിന്നെ വീട്ടിലിരിക്കേണ്ടവരുടെ കുടുംബമുണ്ട്, അവരാ കുടുംബത്ത് പോയിരിക്കട്ടെ. അപ്പൊ അവിവാഹിതർക്ക് അവിഹിതമായി അതാണ് അവിഹിതം മാത്രമല്ല, അവിടെ ഹിതവും നടക്കുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഇങ്ങനെ ഒരു
ഒരു പ്രോത്സാഹനം ഗവൺമെന്റിന്റെ ചെലവിൽ അവരുടെ ഡ്യൂട്ടിക്ക് പോലീസിനെ ഇട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ ലിവിങ് ടുഗദറിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു ഒരു പശ്ചാത്തലം ഒരുക്കലാണ് എന്ന ഒരു ചിന്ത എനിക്കുണ്ട്. ആ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇത്തരം ചിന്തകൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ തീർച്ചയായിട്ടും പരസ്യമായിട്ട് മാധ്യമങ്ങൾ വഴിയും ഒക്കെ പറയണം. അങ്ങനെ ഗവൺമെന്റ് അറിയണം, അങ്ങനെ പൊതുജനം അറിയണം. ആ വെറുതെ ആവശ്യമില്ലാതെ സ്വന്തം കുടുംബത്തിൽ സമയം ചെലവഴിക്കേണ്ടത്, ഇപ്പൊ പിന്നെ സ്വന്തം വീട് വിട്ട് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുന്നവരാണെങ്കിലും ഈ പാതിരാത്രി സമയത്ത് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് അതുകൊണ്ട് അവരുടെ ലൈഫില് ഡീവിയേഷൻ, തിന്മയിലേക്കുള്ള ഡീവിയേഷൻ അല്ലാതെ നന്മയിലേക്കുള്ള ഒരു കയറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ നാം വിളിച്ചു പറയണം. വിളിച്ചു പറയുക മാത്രമല്ല, അതിനെതിരെ വിളിച്ചു പറയുന്നത് എതിർപ്പിന്റെ ശബ്ദത്തോടു കൂടിയായിരിക്കണം. അങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലിവിങ് ടുഗെദർ, അതായത് സമൂഹം ഇഷ്ടപ്പെടാത്തതാണ് ലിവിങ് ടുഗെദർ, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് ഇപ്പോഴല്ല, കതിരിന്മേലല്ല വളം വെക്കേണ്ടത്, അതാണ് ഭ്രൂണത്തിലേ തുടങ്ങണം. അവിടെയാണ് ബെക്കറിന് നോബൽ പ്രൈസ് കൊടുക്കേണ്ടത്. ഒരു അമ്മയുടെ ഭ്രൂണത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് എന്താണ് പറയുക, മാനസിക പരിഭ്രാന്തിയോ വിഷമമോ ഒന്നുമില്ലാതെ നോർമലായിട്ട് വളർന്നു വരാനാണ് അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കേണ്ട പരിലാളനവും പോഷകാഹാരവും സ്നേഹവും ഒക്കെ കൊടുത്ത് ആ കുഞ്ഞൊരു മനുഷ്യ കുഞ്ഞായിട്ട് ജനിക്കുന്നത്. എന്നിട്ടോ പിന്നെ വരാനിരിക്കുന്ന 60 മാസക്കാലം 5 വയസ്സ് വരെ ഇതുപോലെ പരിരക്ഷ. ഈ 5 വയസ്സിനിടയ്ക്കാണ് അക്ഷരങ്ങളോടുള്ള സ്നേഹം ആ കുഞ്ഞിൽ പ്രവഹിക്കേണ്ടത്. എല്ലാവരെയും സ്നേഹിക്കാനും ഒക്കെ ഉള്ളത് പഠിപ്പിക്കേണ്ടതൊക്കെ ആ പ്രായത്തിലാണ്. അപ്പൊ എല്ലാ നല്ല ഗുണങ്ങളും ആ കുഞ്ഞിലെ ഇൻജക്ട് ചെയ്യുന്നു ഈ 5 വയസ്സിനകം കൊണ്ട്. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് അധ്യാപകരുടെ കാര്യമാണ്. അധ്യാപകരുടെ കയ്യിൽ കുട്ടിയെ കിട്ടുന്നു. അധ്യാപകർ നല്ല കാര്യങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ച് അവിടെ ആ ക്യാരക്ടർ ഫോർമേഷൻ, ആ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് എല്ലാ തുറകളിലുമുള്ള അധ്യാപകരാണ് കൈപിടിക്കുന്നത്. അപ്പൊ പേരൻസ് ഉണ്ട്, പക്ഷെ പേരൻസിന്റെ കൈ കിട്ടുന്ന സമയം കുറവാണ്, പകൽ സമയത്തൊക്കെ. അപ്പൊ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഈ പറയപ്പെട്ട കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു, അധ്യാപകരിലൂടെ അത് പോകുന്നു, അങ്ങനെ വളർന്നാണ് ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് എത്തേണ്ടത്. ഈ പറയപ്പെട്ട തട്ടുകളിലൊന്നും ഈ അനാശാസ്യങ്ങളോ ജീവിതത്തിന്റെ, അതായത് ജീവിതം ഇങ്ങനെ എന്താ പറയുക, അനാശാസ്യമായി സന്തോഷിക്കാനുള്ളതല്ല. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് ചേരുന്ന തരത്തില് അവന്റെ ആ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർന്ന് അവസാനം നാം എത്തിച്ചേരേണ്ടത് ആ സർവ സൃഷ്ടിസ്ഥിതി ലയകാരകനായ ദൈവത്തിലാണ്. ആ ദൈവത്തിൽ എത്തിച്ചേരത്തക്ക രീതിയിൽ നാം ജീവിക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഗുണപാഠങ്ങളാണ് ആദ്യം മുതലേ തുടങ്ങേണ്ടത്. അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല. എല്ലാവരും ആത്യന്തികമായി എത്തിച്ചേരുന്നത് സൃഷ്ടിസ്ഥിതി ലയകാരകനായ ഏക ദൈവത്തിലാണ്. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ടതുപോലെ, അതായത് ലിവിങ് ടുഗെദറാ നല്ലത് എന്നൊന്നും പറഞ്ഞു പോവില്ല. വിവാഹം വേണ്ടാത്തവർക്ക് വിവാഹം വേണ്ട, അവർക്ക് ബ്രഹ്മചാര്യം, അത് തീർച്ചയായിട്ടും സാധ്യമാണ്. അങ്ങനെ നമുക്കറിയാം, മഹാമുനിമാർ ധാരാളം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തെല്ലായിടത്തുമുണ്ട് അങ്ങനെയുള്ളവര്, എല്ലാ മതങ്ങളിലുമുണ്ട്. അപ്പൊ പക്ഷെ വിവാഹിതരാകുന്നു എന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ, അതായത് ഒരു ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലുള്ള കുട്ടികളെ ദൈവം തരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ സൃഷ്ടിച്ച് വളർത്തി അങ്ങനെ ആക്കാനുള്ള താല്പര്യത്തോടു കൂടി തന്നെ